ഇവർക്കൊക്കെ ഈ ഇരുട്ടത്ത് എന്താ പരിപാടി എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചേ? വാ കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? അറിയില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ആ വ്ളോഗ് കാണാത്ത എല്ലാവരും പോയി ഒന്ന് കണ്ടിട്ടോ. ഇന്ന് ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേയുടെ തലേന്നത്തെ ദിവസമാണ്, അതായത് 9ാമത്തെ ദിവസം. ഇവിടെ ഈ അമ്പലത്തിൽ 10 ദിവസമാണ് ഉത്സവം. 9ാമത്തെ ദിവസമായ ഇന്നാണ് പള്ളിവേട്ട. പള്ളിവേട്ട എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പള്ളിവേട്ട എന്താണെന്ന് ഞാൻ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് കാണുന്നത് തന്നെ. പള്ളിവേട്ട മാത്രമല്ല, പല കാര്യങ്ങളും ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം എനിക്ക് പുതിയ അറിവാണ്. അതെന്തൊക്കെയാന്ന് അടുത്ത വ്ളോഗ് ഞാൻ കാണിക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പള്ളിവേട്ട എന്താണെന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. പള്ളിവേട്ടയെ തന്നെയല്ലേ ഒരു വേട്ട. കാട്ടിൽ പോയി വന്യമൃഗങ്ങളെ കൊല്ലുന്നതാണ് വേട്ടയാടലെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? കള്ളത്തരങ്ങളും അധർമ്മങ്ങളുമാണ് വന്യമൃഗങ്ങൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ നശിപ്പിക്കുന്ന പരിപാടിയാണ് പള്ളിവേട്ട. ഈ ചൂട്ടെറിയുന്നതും തീയും ഒക്കെ ഡേഞ്ചർ ആണെന്ന് അറിയാമെങ്കിലും ഇത് പള്ളിവേട്ടയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ചൂട്ടെറിയലും ലൈറ്റും മാത്രമല്ല, ആനയും ഇതിലെ മെയിൻ അട്രാക്ഷനാണ്. പള്ളിവേട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കായലിന്റെ അപ്പുറത്ത് ലൈറ്റ് കാണാൻ പോവാറ്. ലൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ? കായലൊക്കെ കാണാൻ നല്ല രസമാണെങ്കിലും ലൈറ്റൊക്കെ ഇട്ട കായൽ കാണാൻ പ്രത്യേക ഒരു രസമാണ്. പള്ളിവേട്ട ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഹോസ്റ്റലിൽ പോവാം. അപ്പൊ ശരി എന്നാ, ഓക്കെ ബൈ.